തൃശൂരിൽ ആന ഇടഞ്ഞോടിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ ഭരണകൂടം. തൃശൂർ ഡിഎഫ്ഒയ്ക്കും സോഷ്യൽ ഫോറസ്ട്രിക്കുമാണ് നിർദ്ദേശം. ആന ഓടിക്കൊണ്ടിരുന്നതുകൊണ്ട് മയക്കുവെടി വെക്കുന്നത് പ്രായോഗികമല്ലായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. 8 വാഹനങ്ങൾക്കാണ് ആനയുടെ ആക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ചത്. 5 വീടുകളുടെ മതിലുകളും ആന തകർത്തു. ആന ഇടഞ്ഞതിൽ നഷ്ടപരിഹാരം നൽകുന്നതിനെ ചൊല്ലി മന്ത്രി ഒ.ജെ. ജനീഷും ബി. ഗോപാലകൃഷ്ണനും തമ്മിൽ തർക്കം. കണക്കെടുപ്പ് വേണമെന്ന് മന്ത്രി, അർഹരെ തഴയില്ലെന്ന് ഉറപ്പ് വേണമെന്ന് ഗോപാലകൃഷ്ണൻ. അതെ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. നമ്മുടെ ഇവിടുത്തെ ഒരു 6-7 വീടുകൾ, ഒരു 10-12 വണ്ടികൾ. അപ്പൊ ഈ ആനയെ കൊണ്ട് ആനയുടെ ഉടമസ്ഥൻ പോകാൻ നമ്മൾ അനുവദിക്കില്ല. അപ്പൊ അതിനൊരു ആരെങ്കിലും ഉറപ്പ് വന്നാൽ നിങ്ങളും കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും പബ്ലിക് കൂടുതലുള്ള ഒരു ജനവാസ കേന്ദ്രത്തിലാണ് ഉദ്യോഗസ്ഥരെല്ലാവരും ആവശ്യപ്പെടുന്നത് ആനയുടെ നിർത്തുന്നതും ജനങ്ങൾ കൂടുന്നതും കൂടുതൽ പ്രദേശം ഉണ്ടാക്കുന്ന ഘട്ടം വരും. അപ്പോൾ അതുകൊണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുക്ക് അവിടെ ആനയെ മാറ്റിയെല്ലാം നടപ്പാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം അവരൊന്നും മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തതിന് ശേഷം അതിന്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ അവരൊന്നും എടുത്തോട്ടെ, ആനയെ മാറും. നിങ്ങൾ അങ്ങനെ ബലം പിടിച്ച ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞ നമ്മൾ കേൾക്കും. നിങ്ങൾ അതായത് നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെ നിങ്ങൾ എടുത്തോ. നമുക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, ഒന്നെങ്കിൽ മന്ത്രി അല്ലെ മേയർ അല്ലെങ്കിൽ MLA, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അതിന് മുമ്പ് നിങ്ങളൊരു ഉറപ്പ് തന്നാൽ മതി, നാശനഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കോളൂ. നമുക്കൊരു പ്രശ്നമില്ല. കോമ്പൻസേഷനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നാശനഷ്ടങ്ങളെ പറ്റിയെടുക്കുന്നത്. അല്ല, അങ്ങനെ കണക്കെടുക്കുന്നത് ആ കണക്കിൽ നമ്മുടെ ആൾക്കാർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇതിൽ ഈ ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തില് നാശനഷ്ടങ്ങൾ അല്ല അവസരമൊന്നുമില്ല. വളരെ കോടിയിലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയാലും പോയില്ല എനിക്ക് വരുന്നില്ല. പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് അതല്ലാണ്ട് ശരിയാവില്ല. അത്രയാണ്. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, നടു റോഡിൽ വെച്ചാണ് മന്ത്രിയും ബി. ഗോപാലകൃഷ്ണനും തമ്മിൽ ഒരു വാക്ക് തർക്കം. അതും ആന ഉണ്ടാക്കിയ നഷ്ടത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സരിക, ഇത് രാവിലെ 10 മണിയോടുകൂടി നടന്നൊരു സംഭവമാണ്. ഒരു വാക്ക് തർക്കം എന്നുള്ള നിലയിൽ അതിനെ പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കുക, അതേ ചൊല്ലി മന്ത്രിയും ബി. ഗോപാലകൃഷ്ണനും തമ്മിൽ സംസാരിക്കുകയാണ് ഉണ്ടായത്. ആ സംഭവത്തിന് ദൃക്സാക്ഷിയാണ് ഞങ്ങൾ. ആന നിരവധി നാശനഷ്ടങ്ങൾ വരുത്തിയത് നമ്മൾ കണ്ടതാണ്. അത്തരം നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണം, നഷ്ടപരിഹാരം വേണം എന്നുള്ളൊരാവശ്യമാണ് ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ചത്. മറിച്ച് ഒ.ജെ. ജനീഷ് പറഞ്ഞത് ആ നാശനഷ്ടങ്ങളുടെ പരിഹാരം കാണും, അതിനുവേണ്ടി ഇത്തരത്തിലൊരു കണക്കെടുപ്പ് ആവശ്യമാണ്. റവന്യൂ ഉദ്യോഗസ്ഥരോട്, തഹസിൽദാരോടും അത് സംബന്ധിച്ചുള്ള കണക്കെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വാഹനത്തിൽ വന്ന് ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ ഇത്തരത്തിൽ നാശനഷ്ടങ്ങളുള്ള സാഹചര്യത്തിൽ അത് അനുവദിക്കാൻ കഴിയില്ല. ആ വേഗത്തിൽ തന്നെ ആ മന്ത്രി ആ സ്ഥലത്തേക്ക് അവിടെ എത്തുകയും ഗോപാലകൃഷ്ണനുമായി സംസാരിച്ച് അവർ അത് രമ്യമായി പരിഹരിച്ച് പിരിയുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഒരു വാക്കുതർക്കം എന്നുള്ള നിലയിൽ അതിന് നമുക്ക് കാണേണ്ടതില്ല എന്നത് തന്നെയാണ് കരുതുന്നത്. ആ വേഗത്തിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കുകയും റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ആനയെ കയറ്റി 1 മണിയോടുകൂടി വാഹനത്തിൽ നിന്ന് മടങ്ങുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലാ ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ച് വീഴ്ച പറ്റി എന്നുള്ളതാണ് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശൂർ മേയർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A. പ്രസാദും അടക്കം നമ്മളോട് സംസാരിച്ചിരുന്നു. ആന 8:45 ആന ഇടഞ്ഞ് അത് നഗരഹൃദയത്തിലൂടെ പല സ്ഥലങ്ങളിലേക്ക് ഓടി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഭയപ്പാടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ പ്രധാനികൾ ആരും അവിടേക്ക് എത്തിയിരുന്നില്ല. മാത്രമല്ല, വേഗത്തിൽ ആക്ഷൻ എടുക്കേണ്ട കാര്യത്തില്ല, അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണം മേയറും ഡെപ്യൂട്ടി മേയറും ഉന്നയിച്ചു. ഇത് സംബന്ധിച്ചുകൊണ്ട് പരിശോധന നടത്തുമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷും വ്യക്തമാക്കിയിരുന്നു. ഇത് കഴിഞ്ഞ് ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. ആന ഓടുന്ന സമയത്ത് ഡാർട്ടിംഗ് നടത്താൻ കഴിയില്ല, മയക്കുവെടി വെക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ശിഖ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സോഷ്യൽ ഫോറസ്ട്രിയും DFOയും ഇക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും കളക്ടർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. 8 വാഹനങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിലായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, ആന ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കണക്കെടുപ്പും പരിശോധനയും പൂർത്തിയായി. തൃശൂർ ടൗൺ ഹാളിന്റെ കോമ്പൗണ്ട് ഗ്രില്ലിനും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസിന്റെ റൂഫിനുമടക്കം തകരാറുകൾ ആനയുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കളക്ടർ അറിയിക്കുന്നു. ഏതായാലും ജില്ലാ ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഇന്ന് രാവിലെ തൃശൂർ സ്വരാജ് റോഡിൽ നിന്നും ആന ഓടി പാലസ് റോഡിലേക്ക് എത്തുന്നു, അവിടെ നിന്നും ചെമ്പുക്കാവ് ചേറൂർ റോഡിലേക്ക് എത്തുന്നു, പെരിങ്ങാവിലെ ഗാന്ധിനഗറിലെത്തി ആക്രമണം നടത്തുന്നു. ഈ സമയത്ത്
സമയം അത്രയും വിരലിലെണ്ണാവുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു ആനയെ അല്ലെങ്കിൽ തളയ്ക്കുന്നതിന് ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നത്. പാപ്പാന്മാർ ചേർന്ന് തന്നെയാണ് പൂർണ്ണമായും ആനയെ തളച്ചത്. ഈ സംഭവങ്ങളൊക്കെ നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, DFO ആണെങ്കിൽ DFOയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ പ്രധാനികളായിട്ടുള്ള ആളുകളും അവിടെ എത്തുന്നത്. അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു ആരോപണമാണ് മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ഉന്നയിച്ചിട്ടുള്ളത്. അതിന് വിശദീകരണം എന്നുള്ള നിലയിലാണ് ഡാർട്ടിംഗ് സാധ്യമല്ലായിരുന്നു ആ സമയത്ത് എന്നുള്ള നിലയിൽ ഇപ്പോൾ ശിഖ സുരേന്ദ്രൻ നമ്മൾ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഒരു വിശദീകരണം എന്നുള്ള നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. ശരി, വിശദവിവരങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയനാണ്.